കുഞ്ഞുമക്കളേ, നമുക്കിന്ന് രണ്ട് കാക്കക്കുട്ടന്മാരുടെ കഥയൊന്ന് കേട്ടാലോ? എന്നാവാ കേക്കാം. നല്ലവനായ കാക്ക. ഒരിടത്തൊരിടത്ത് നല്ലവനായ ഒരു കാക്കയുണ്ടായിരുന്നു. ഒരു ദിവസം ഈ കാക്ക പറന്നുപോയി ഒരു വാഴയിലിരിക്കുന്ന സമയത്ത് ആ വാഴയുടെ ഇല ഒടിഞ്ഞ് കാക്ക നിലത്ത് വീണു. നിലത്തു വീണപ്പോൾ കാക്കയുടെ കാലിൽ ഒരു മുള്ളുകൊണ്ടു. വേദന കാരണം കരഞ്ഞുകൊണ്ട് കാക്ക മൂങ്ങ വൈദ്യരുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം മൂങ്ങ വൈദ്യരോട് പറഞ്ഞു. മൂങ്ങ വൈദ്യർ കാക്കയ്ക്കൊരു ചുണ്ടങ്ങ എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഈ ചുണ്ടങ്ങ മുറിവിൽ തേക്ക്, മുറിവ് ഉടനെ മാറിക്കോളും. കാക്ക പറന്ന് ഒരു കിണറ്റിൻ കരയിൽ പോയിരുന്നു. എന്നിട്ട് ഈ ചുണ്ടങ്ങ മുറിച്ച് കാലിൽ പുരട്ടാൻ തുടങ്ങിയ സമയത്ത് ഈ ചുണ്ടങ്ങ അവൻ്റെ കാലിൽ തട്ടി കിണറ്റിലേക്ക് വീണു. കാക്കയ്ക്ക് വളരെ വിഷമമായി. കാക്ക കിണറ്റിൽ നിന്നും ആ ചുണ്ടങ്ങ മുങ്ങിത്തപ്പാൻ തീരുമാനിച്ചു. കാക്ക കിണറ്റിലിറങ്ങി മുങ്ങിത്തപ്പി. അപ്പോൾ കാക്കയ്ക്ക് ചുണ്ടങ്ങയ്ക്ക് പകരം എന്താ കിട്ടിയതെന്നറിയാമോ? കുറേ സമ്മാനങ്ങളും സ്വർണവും ഒക്കെയാണ് കിട്ടിയത്. കാക്ക സന്തോഷത്തോടെ തിരിച്ചുപോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് വേറെ ഒരു കുശുംബനായ കാക്ക വേറൊരു മരത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ആ വാഴയിൽ പോയിരുന്നു. എന്നിട്ട് അതിൽ നിന്നും എടുത്ത് ചാടി നോക്കി. പക്ഷേ അവൻ്റെ കാലിൽ മുള്ളുകൊണ്ടില്ല. അവൻ ആ മുള്ളെടുത്ത് അവൻ്റെ കാലിലേക്ക് ഒറ്റക്കുത്ത്. എന്നിട്ട് മൂങ്ങ വൈദ്യരുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചുണ്ടങ്ങ തരാൻ ആവശ്യപ്പെട്ടു. മൂങ്ങ വൈദ്യർക്ക് ഇവൻ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായി. ചുണ്ടങ്ങ തരില്ലെന്ന് മൂങ്ങ വൈദ്യർ പറഞ്ഞു. പക്ഷേ ആ കാക്ക മൂങ്ങ വൈദ്യരുടെ കയ്യിൽ നിന്നും ചുണ്ടങ്ങ തട്ടിപ്പറിച്ച് പറന്നു കടന്നു. എന്നിട്ട് കിണറ്റിൻ കരയിൽ പോയിരുന്നു. പക്ഷേ അവൻ്റെ ചുണ്ടങ്ങ കിണറ്റിൽ പോയില്ല. അവൻ ചുണ്ടങ്ങ എടുത്ത് കിണറ്റിലിട്ടു. എന്നിട്ട് കിണറ്റിൽ ചാടി. പക്ഷേ അവൻ കരുതിയതുപോലെ അവന് സ്വർണവും ഒന്നും ലഭിച്ചില്ല. അവൻ കുറേ നേരം കിണറ്റിൽ മുങ്ങിത്തപ്പി. എന്നിട്ട് അവൻ വിഷമത്തോടെ പറന്നുപോയി. ഗുണപാഠം: അതിരുവിട്ട ആഗ്രഹം അപകടത്തിലേക്ക് വഴിയൊരുക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.